1906 തിരുവനന്തപുരത്ത് നിന്നും കെ രാമകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പത്രാധിപത്യത്തിൻ്റെ കീഴിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട സ്വദേശാഭിമാനി എന്ന പത്ര സ്വാതന്ത്ര്യത്തിൻ്റെ ഉദാത്തമായ അല്ലെങ്കിൽ ഒരു ശക്തമായ മാതൃകയായിരുന്നു. അഴിമതിയെക്കുറിച്ചും അധികാരമോഹത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം അതിൽ തുറന്നെഴുതി. ഇത്തരത്തിൽ തൻ്റെ തൂലിക പടവാളാക്കി മാറ്റി അധികാരികളുടെ ജനദ്രോഹ നടപടികളെക്കുറിച്ച് അദ്ദേഹം അതിൽ തുറന്ന് എഴുതേണ്ടി വന്നിരുന്നു അല്ലെങ്കിൽ വിമർശിച്ചിരുന്നു. ഇത്തരത്തിൽ അദ്ദേഹത്തിന് വിമർശനത്തിന് ഏറ്റവും കൂടുതൽ ഇരയാകേണ്ടി വന്നിരുന്നത് ദിവാനായിരുന്ന രാജഗോപാലാചാരിയായിരുന്നു. ഇത്തരത്തിൽ ആരെയും കൂഷാതെയുള്ള അല്ലെങ്കിൽ ഭയക്കാതെയുള്ള അദ്ദേഹത്തിൻ്റെ ആ തുറന്നൊരു എഴുത്തിൽ അല്ലെങ്കിൽ ആ ഒരു വിമർശനത്തിൽ അധികാരി വർഗം മുഴുവനും ഒന്നടങ്കം ഭയപ്പെട്ടിരുന്നു, പ്രത്യേകിച്ച് ദിവാനായ രാജഗോപാലാചാരി. അങ്ങനെ 1910 നെയ്യാറ്റിൻകര താലൂക്കിൽ നിന്നും കെ രാമകൃഷ്ണപിള്ള പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിൻ്റെ സഭയിലെ അംഗത്വം ഇല്ലാതാക്കാൻ ദിവാനായ രാജഗോപാലാചാരി പല വിധത്തിലും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇതിനുവേണ്ടി അദ്ദേഹം പുതിയ നിയമനിർമ്മാണങ്ങൾ പോലും നടപ്പിലാക്കി. ആ ഒരു വ്യവസ്ഥ അനുസരിച്ച് പ്രജാസഭയിലെ അംഗങ്ങൾ മണ്ഡലത്തിലെ സ്ഥിര താമസക്കാരനാണെന്നൊരു വ്യവസ്ഥ നിലവിൽ വന്നു. ഈ ഒരു നിയമവ്യവസ്ഥ തിരുവനന്തപുരംകാരനായ കെ രാമകൃഷ്ണപിള്ളയെ പ്രതികൂലമായിട്ട് ഭാവിച്ചിരുന്നു. എങ്കിലും അദ്ദേഹം പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. എന്നാൽ 1911 മറ്റു ചില കാരണങ്ങളെല്ലാം കാണിച്ച് ദിവാനായ രാജഗോപാലാചാരി കെ രാമകൃഷ്ണപിള്ളയെ അറസ്റ്റ് ചെയ്തു നാടുകടത്തുകയായിരുന്നു.